പാല് കൊടുത്ത് പോറ്റി വന്ന ബി.ജെ.പിക്കാരുടെ കയ്യിൽ തന്നെ ഒടുവിൽ പി.സി. പാമ്പ് കൊത്തിയിട്ടുണ്ട്. സ്വാഭാവികം. ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആരാണോ തന്നെ സംരക്ഷിക്കുന്നത്, ആരാണോ പിടിച്ചു നിർത്തിയിട്ടുള്ളത്, ഇറങ്ങി നിന്ന് അവരുടെ തന്തയ്ക്ക് വിളിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ശൈലി. അത് ഇക്കുറിയും പതിവ് തെറ്റിച്ചിട്ടില്ല. എന്തുകൊണ്ട് പൂഞ്ഞാറിൽ ഞാനും പാലയിൽ മോനും തോറ്റു എന്ന് പറയുന്നത് ബി.ജെ.പിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരുടെ രണ്ടാം കിട പൗരന്മാരാണ്. ഒരു വിലയില്ലാത്തവന്മാർ. അതായത് ഇവരൊക്കെ കണ്ണിന്റെ ദർശനം കണ്ട ആൾക്കാർ വോട്ട് ചെയ്യാത്ത അവസ്ഥയുണ്ടെന്ന്. എവിടെയുള്ള പൂഞ്ഞാറും പാലയിലുമുള്ള ബി.ജെ.പിക്കാരെ കണ്ട വോട്ട് ചെയ്യാത്ത അവസ്ഥ. ആകെ ബി.ജെ.പിയിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരേ ഒരു നേതാവ് രാജീവ് ചന്ദ്രശേഖരനാണ്. ബാക്കി ചുറ്റാകെ നിൽക്കുന്ന നമ്മളെ ടോർച്ച് സൂര്യ ആയിക്കോട്ടെ, ഉള്ളി സൂര്യ ആയിക്കോട്ടെ, എല്ലാം പിഴകളാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. കേട്ടെ. ഈ പ്രാദേശിക നേതാക്കന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിരുന്നു. എന്ത് പറയാൻ പറ്റും? ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, ന്യൂനപക്ഷ മുഖമാണ്. തോറ്റ തുന്നം പാടിയതിനു ശേഷം ആ തോൽവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ നാട്ടിൽ മര്യാദയ്ക്ക് സ്വതന്ത്രനായി നിന്നിരുന്നെങ്കിൽ ജയിച്ചു പോയേനെ. വല്ല കാര്യം എനിക്ക് ഉണ്ടായിരുന്നു യവന്മാരുടെ കൂട്ടത്തിൽ പോയി നിന്നു കൊടുക്കാൻ. എന്റെ ആ തീരുമാനമാണ് നാട്ടുകാർ എന്നോട് മുഖം തിരിച്ചത്. ബി.ജെ.പി എന്ന് പറഞ്ഞ ഇപ്പോഴും നാട്ടുകാരുടെ മനസ്സിൽ ഒരു അവലക്ഷണക്കേടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുമ്പോൾ, ഇവിടെ 3 സീറ്റൊക്കെ കിട്ടിയേ എന്ന് ബി.ജെ.പിക്കാർ തള്ളി പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബി.ജെ.പിക്കാരെ കുറിച്ച് ബി.ജെ.പിയിൽ നിന്നുകൊണ്ട് പി.സി. ജോർജ് തന്നെ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പി.സി. ജോർജ് പറയുന്ന കാര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അനുഭവസ്ഥനായിട്ട് പറയുന്ന കാര്യമാണ്. ഇത്രയും ദിവസം അതിനകത്ത് നിന്നിട്ട് ഇതിന്റെ പ്രവർത്തനവും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ നാട്ടിൽ വന്ന് നാട്ടുകാർ കൂവിയിട്ട് പോവുകയും അവിടെ വന്ന് അദ്ദേഹത്തിന് പൊങ്കാലയിട്ടിട്ട് പോകുന്ന സാഹചര്യം. എത്രയോ വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് പി.സി. ജോർജ്. ഇതുവരെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ നടയിൽ പോയി ആരും ഇങ്ങനെ ആടി തകർത്തിട്ട് പോയിട്ടില്ല. പക്ഷെ ബി.ജെ.പി എന്നറിഞ്ഞപ്പോൾ ഒരു വിലയില്ല. അവിടെ കയറി എല്ലാത്തരം ആൾക്കാർ പൂക്കിയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിൽ മനോവിഷമം വന്നാണ് ഇപ്പോൾ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ കാര്യം വലിയ കഷ്ടമാണ്, എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി ഇതൊക്കെ മാറി വരണം. അതായത് 3 സീറ്റ് അത് കോൺഗ്രസ്സുകാർ സഹായിച്ചുകൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ ആൾക്കാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റമല്ല. രാജീവ് ചന്ദ്രശേഖരൻ മാത്രമാണ് അതിൽ മെച്ചമുള്ളത് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ബി.ജെ.പിക്കാർ കൂടി കേട്ടോളൂ. നിങ്ങളുടെ പാർട്ടിയിൽ വന്ന ഒരാൾ ആ പാർട്ടിക്ക് ഇപ്പോഴും ജനങ്ങൾ കൊടുക്കുന്ന വില എന്താണെന്ന് സ്വന്തം അനുഭവത്തിലൂടെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്.